ഒരാളെ മദ്ഹ് ചെയ്യുന്നത് അയാൾ കേൾക്കുന്ന അവസ്ഥയിൽ എത്തിയാൽ അയാൾക്ക് നാശം വരുത്താൻ അതൊരു കാരണമാകും. അതുകൊണ്ട് അയാൾ കേൾക്കുന്ന അവസ്ഥയിൽ നീ അമിതമായി പുകഴ്ത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, അൽ-ഇമാം അൽ-ബുഖാരി റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ-അദബുൽ മുഫ്രദ് എന്ന കിതാബിലെ ഹദീസുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റുള്ള ആളുകളെ മദ്ഹ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ് നാം കഴിഞ്ഞ ദർസിൽ വായിച്ചത്. അടുത്ത ബാബ് അതിനെ തുടർന്ന് തന്നെയുള്ളതാണ്. മദ്ഹുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ പുകഴ്ത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. അടുത്ത ബാബ് ബാബു യഹ്തി ഫി വുജൂഹിൽ മദ്ദാഹീൻ. അമിതമായി ആളുകളെ പുകഴ്ത്തുന്ന ആളുകൾക്ക് നേരെ അവരുടെ മുഖത്തേക്ക് എറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മദ്ദാഹീൻ എന്ന് പറഞ്ഞാൽ, മദ്ദാഹൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്ഹിൽ അതിരുവിട്ട് ധാരാളമായി ഒരാളെ മദ്ഹ് ചെയ്യുന്ന അവസ്ഥ, അങ്ങനെയുള്ള ആളുകളെയാണ് മദ്ദാഹൂൻ എന്നെല്ലാം പറയുക. അതായത് അവരുടെ സ്ഥിരം പണിയായിരിക്കും ആളുകളെ പുകഴ്ത്തുക എന്നുള്ളത്, ആളുകളെ ഓരോന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മുഖത്തിന് നേരെ എറിയാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഹദീസുകൾ. عن أبي معمر رحمه الله قال قام رجل يثني على أمير من الأمراء. ഒരിക്കലൊരു വ്യക്തി ഉമറാക്കളിൽപ്പെട്ട ഭരണാധികാരികളിൽപ്പെട്ട ഒരു ഭരണാധികാരിയെ വളരെയധികം പരിധി വിട്ട് പുകഴ്ത്താൻ തുടങ്ങി, മദ്ഹ് ചെയ്യാൻ തുടങ്ങി. فجعل المقداد يحثي في وجهه التراب. അവിടെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പറഞ്ഞ വ്യക്തിയുടെ അമിതമായി ഈ അമീറിനെ മദ്ഹ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ നേരെ മണ്ണെടുത്ത് എറിയാൻ തുടങ്ങി. വഖാല, എന്നിട്ട് പറഞ്ഞു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഹ്തിയ ഫീ വുജൂഹിൽ മദ്ദാഹീൻ അത്തുറാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അമിതമായി പരിധി വിട്ട് മദ്ഹ് ചെയ്യുന്ന ആളുകളുടെ അവരുടെ മുഖത്തിന് നേരെ മണ്ണെടുത്തെറിയാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് അസ്ഹാബി പറയുകയുണ്ടായി. അപ്പൊ മദ്ഹ് ചെയ്യുന്നതിന്റെ പരിധിയും അത് എത്രത്തോളം ചെയ്യാം, ആരെ കുറിച്ച് ചെയ്യാം, ആരെ കുറിച്ച് ചെയ്യാൻ പാടില്ല എന്നീ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ മദ്ഹ് ചെയ്യുക എന്നുള്ളത് ഒരാളിൽ വളരെ വലിയ അപകടം ഉണ്ടാക്കും. അതിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം, 4ഓളം അപകടം മദ്ഹ് ചെയ്യുന്ന ആളുടെ മേലെയും 2 അപകടം മദ്ഹ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ മേലെ ഉണ്ടാകുന്നു. മദ്ഹ് ഒരാളെ പറ്റി അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഉള്ളതായിരിക്കാം, പക്ഷെ പരിധി വിട്ട് പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ പറയുന്നവനിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഒന്ന്, അവൻ ചിലപ്പോഴെങ്കിലും പരിധി വിട്ടുകൊണ്ട് പറഞ്ഞ് കളവ് പറയുന്ന അവസ്ഥയിലെത്തും. അതായത് പുകഴ്ത്തി ഇല്ലാത്തത് പറയുന്ന അവസ്ഥയിലെത്തും. രണ്ടാമത്തേത്, ആരെ പറ്റിയാണോ പുകഴ്ത്തി പറയുന്നത് അവനോട് യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിൽ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ പുകഴ്ത്താൻ വേണ്ടി ഇഷ്ടമുള്ള വാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് നിഫാഖായി മാറുന്ന, ഒരു മുനാഫിഖായി മാറുന്ന അവസ്ഥയുണ്ടാവും. ഉള്ളിലില്ലാതെ പുറത്ത് മാത്രം കാണിക്കുന്നത്. ഇനി ഒരിക്കലും യോഗ്യനല്ലാത്ത ഒരാളെ പുകഴ്ത്തുന്നത് മുഖേന അവൻ പരിധി ലംഘിക്കുന്ന, ഉൽമ ചെയ്യുന്ന ഒരുത്തനായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരാളുടെ കൽബിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് സന്തോഷമുണ്ടാക്കുന്ന വഴി ഉൽമ ചെയ്യുന്ന ആളായിട്ട് അവൻ മാറും. ഇങ്ങനെ പലതരത്തിൽ പരിധി വിട്ട് മദ്ഹ് ചെയ്യുന്ന ആളുകൾക്ക് അപകടം സംഭവിക്കും. ഇനി മദ്ഹ് ചെയ്യപ്പെട്ട വ്യക്തിയിലോ പ്രധാനമായി ഉണ്ടാകുന്ന 2 എണ്ണമാണ്. ഒന്ന്, കിബറും ഉജുബും ഉണ്ടാകും. ഒരാള് നമ്മളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്,
കുറെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉള്ളിൽ റുജുബുണ്ടാവും, അവന് കിബറായിട്ട് മാറും. രണ്ടാമത്തേത്, അവനാ കേൾക്കുന്ന വ്യക്തി ആ പുകഴ്ത്തലിലെല്ലാം സന്തോഷം കൊണ്ടുകൊണ്ട് അവന്റെ അമലുകൾ പിന്നെ ഫസാദായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അവന് പിന്നെ റുജുബുണ്ടാവും. അതുപോലെ കാര്യങ്ങളായിട്ട് പിന്നെ അമലൊക്കെ കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അമല് നിയ്യത്ത് തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ അവന്റെ കർമ്മങ്ങൾ ഫസാദായി പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ മദ്ഹ് ചെയ്യുക എന്നുള്ളത് പറ്റുന്നതിന്റെ പരിധിയുണ്ട്. അത് ആ മദ്ഹ് കൊണ്ട് ഒരു ദോഷം സംഭവിക്കില്ല എന്നുള്ള ആളുകളെ പറ്റി നമുക്ക് നല്ല രീതിയിൽ പറയാം, പരിധി ലംഘിക്കാതെ പറയാം. പക്ഷെ ഒരാളെ പരിധി വിട്ടുകൊണ്ട് പുകഴ്ത്തി പറയുക എന്നുള്ളത് ദോഷമാണ്. അതിൽ മുഴുകുന്ന ആളുകൾ, സ്ഥിരമായി അത് ചെയ്യുന്ന ആളുകൾ, അവരുടെ നേരെ മണ്ണെടുത്തെറിയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. കാര്യം ആ പ്രവൃത്തി അവർ നിർത്താൻ വേണ്ടിയിട്ട്. ഈ ബാബിൽ തന്നെ അടുത്ത ഹദീസ്, عن عتاء بن أبي رباح أن رجلا كان يمدح رجلا عند ابن عمر. عتاء بن أبي رباح താബിഈങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പുകഴ്ത്തി പറയാൻ തുടങ്ങി. فجعل ابن عمر يحثو التراب نحو فيه. ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു? കുറച്ച് മണ്ണെടുത്തിട്ട് പറയുന്ന ആളുടെ വായുടെ ഭാഗത്തേക്ക് എറിയാൻ തുടങ്ങി. വഖാല, എന്നിട്ട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന ഫഹ്തു ഫീ വുജൂഹിഹിം അത്തുറാബ്. നിങ്ങൾ അമിതമായി പരിധി വിട്ടുകൊണ്ട് മറ്റുള്ളവരെ പുകഴ്ത്തുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കാണുകയാണ് എങ്കിൽ, നിങ്ങൾ അവരുടെ മുഖത്തേക്ക് മണ്ണെടുത്തെറിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇവിടെ മദ്ദാഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞൊന്നല്ല, ഒരാളെ പറ്റി ഒരാൾ നല്ലൊരാളാണ് അങ്ങനെ പറഞ്ഞത് മാത്രമല്ല, ഇതൊരു ശീലമായി എടുത്ത് ആളുകൾക്കിടയിൽ ഒരാളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ അവന്റെ നേട്ടത്തിൽ കൊണ്ടായിരിക്കും, അവന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറഞ്ഞത്. അവൻ ഫിത്നയാണ് ഉണ്ടാക്കുന്നത്. അവൻ ആളുകൾക്കിടയിൽ, ആ നല്ല ആളുകൾക്കിടയിൽ തന്നെ അതൊരു ഫിത്നയായി മാറുന്ന അവസ്ഥയുമായും ഉണ്ടാവുക. മറ്റൊരു സംഭവം, അൻ മിഹ്ജൻ അൽ അസ്ലമി ഖാല റജാ. മിഹ്ജൻ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് റജാ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഒരു സംഭവം പറയാണ്, അഖ്ബൽതു മഅ മിഹ്ജൻ ذات يوم حتى انتهينا الى مسجد اهل البصره. റജാ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഒരിക്കൽ മിഹ്ജൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബസറയിലെ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ ബസറയിലെ മസ്ജിദിലേക്ക് എത്തി. فإذا بريدة الأسلمي على باب من أبواب المسجد جالس. അവിടെ ബുറൈദ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു സഹാബിയാണ്, ആ മസ്ജിദിന്റെ കവാടത്തിന്റെ അടുക്കൽ ഇരിക്കുന്നുണ്ടായിരുന്നു, കവാടത്തിന്റെ അവിടെ. ഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ്, വകാന ഫിൽ മസ്ജിദ്, ഉദ്ധരിക്കുന്ന റജാ റഹിമഹുല്ലാഹ് പറയാണ്, വകാന ഫിൽ മസ്ജിദ് റജുലുൻ യുഖാലു ലഹു സുക്ബത്തുൻ യുതീലു الصلاة. മസ്ജിദിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്നവരുണ്ടായിരുന്ന ഒരു വ്യക്തി, സുക്ബ എന്നാണ് അയാളുടെ പേര്. അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ദീർഘമായി നിസ്കരിച്ചുകൊണ്ടിരിക്കും, വളരെയധികം ദീർഘമായി നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫലമ്മ ഇൻതഹൈനാ ഇലാ ബാബിൽ മസ്ജിദ് വഅലൈഹി ബുർദ. അപ്പോ ഈ റജാ റഹിമഹുല്ലാഹ് പറയാണ്, ഞാനും മെഹ്ജനും കൂടിയിട്ട് മസ്ജിദിലേക്ക് വരുമ്പോ ഈ ബുറൈദ പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ട്, മസ്ജിദിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ ഈ വാതിലിന്റെ അടുക്കൽ, വാതിലിനൊരു കർട്ടൻ പോലെ ഇട്ടിട്ടുണ്ട്, ആ വാതിലിന്റെ അടുക്കൽ എത്തിയ സമയത്ത് വകാന ബുറൈദത്തു സാഹിബ മുസാഹാത്ത്. ഈ ബുറൈദ എന്നുള്ള സ്വഹാബി കുറച്ചൊക്കെ തമാശ പറയുന്ന ആ തരത്തിലുള്ള ഒരാളായിരുന്നു. ഫഖാല, അപ്പൊ മെഹ്ജൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ബുറൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ മെഹ്ജൻ, അതുസല്ലി കമാ യുസല്ലി സുക്ബ. ഈ സുക്ബ നിസ്കരിക്കുന്നത് പോലെ, സുദീർഘമായി നിസ്കരിക്കുന്നത് പോലെ നീ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇങ്ങനെ സുദീർഘമായി നിസ്കാരം തന്നെ മുഴുകിക്കൊണ്ട് നിസ്കരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചോദിച്ചാണ്. ഈ സഹാബി കുറച്ച് തമാശകളെല്ലാം പറയുന്ന ആ രീതിയിലുള്ള സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ഈ സുക്ബ നിസ്കരിക്കുന്ന പോലെ നീ നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഫലം യറുദ്ദ അലൈഹി മിഹ്ജൻ. അപ്പൊ ഇത് കേട്ടപ്പോൾ മിഹ്ജൻ ഒന്നും മറുപടി പറഞ്ഞില്ല. മസ്ജിദിനുള്ളിൽ കയറി.
വറജഅ, എന്നിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു ഖാല മിഹ്ജൻ, എന്നിട്ട് മിഹ്ജൻ റളിയല്ലാഹു അൻഹു ഈ ബുറൈദ അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്റെ കൈ പിടിച്ചു. ഫൻതലഖ്നാ നംശി ഹത്താ സഅദ്നാ ഉഹ്ദൻ, ഞങ്ങൾ എന്നെ അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി. അങ്ങനെ ഞങ്ങൾ ഉഹുദിന്റെ മേലെ കയറി, ഉഹുദ് പർവ്വതത്തിന്റെ മേലെ കയറി. ഫഅശ്റഫ അലൽ മദീന, എന്നിട്ട് മദീനയിലേക്ക് നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല വൈലുൻ ഉമ്മിഹാ മിൻ ഖറിയ യത്റുകുഹാ അഹ്ലുഹാ കഅഅ്മറ മാ തകൂൻ. അന്ന് കുറെ ആളുകൾ മദീന വിട്ട് വേറെ നാടുകളിലേക്ക് താമസത്തിന് പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ നോക്കിക്കൊണ്ട്, ഉഹുദിന്റെ മേലെ നിന്ന് മദീനയെ നോക്കിക്കൊണ്ട് പറയാണ്, ഈ മദീനയുടെ ആളുകളുടെ അവസ്ഥ എന്താണ്? അത് ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ അവരതിനെ വിട്ടിട്ട് അവർ പോവുകയാണോ എന്ന് എനിക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദജ്ജാൽ വരും, ദജ്ജാൽ വരുന്ന കാലത്ത് ദജ്ജാൽ വരും. ഫയജിദു അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിഹാ മലക്കൻ ഫലാ യദ്ഖുൽഹാ. ഈ മദീനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മദീനയിലെ കവാടത്തിലൂടെ എല്ലാം പരിശ്രമിക്കുമ്പോഴും അവിടെയെല്ലാം മലക്കുകൾ കാവലായി നിൽക്കുന്നത് കൊണ്ട് മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ ദജ്ജാൽ നിൽക്കും എന്ന് പറഞ്ഞു. അതായത് ഇത് പറയാനുള്ള കാരണം ഇതാണ്, കുറെ ആളുകൾ മദീന വിട്ട് വേറെ നാടുകളിലേക്ക് താമസം മാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഫദ്ൽ അറിയിക്കാൻ വേണ്ടി പറയാണ്, ഈ മദീന ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ ആളുകൾ ഇത് വിട്ടു പോവുകയാണോ? എന്നിട്ട് പറയാണ്, ദജ്ജാൽ വരുമ്പോൾ ദജ്ജാലിന് പ്രവേശിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് മദീന എന്ന് പറഞ്ഞു. എന്നിട്ട് സഹാബി പറയാണ്, അങ്ങനെ ഞങ്ങൾ ഉഹുദിന്റെ മേലെ നിന്ന് വന്ന് മസ്ജിദ് നബവിയിലേക്ക് എത്തി, തിരിച്ചു നടന്നു വന്നു. റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യുസല്ലി വയസ്ജുദു വയർകഉ. അങ്ങനെ മസ്ജിദിൽ എത്തിയപ്പോൾ ഒരു വ്യക്തി നിസ്കരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സുജൂദും നല്ല റുക്കുമായിട്ട് നിസ്കരിക്കുന്നത് കണ്ടു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിഹ്ജാൻ റളിയല്ലാഹു അൻഹു ഈ ബുറൈദ എന്ന സ്വഹാബിയോട് പറയാണ്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ് ചോദിച്ചു. ഫഅഖദതു ഉത്രീഹ്, ഈ സഹാബി പറയാണ്, ഞാൻ അവനെ ധാരാളമായി പുകഴ്ത്താൻ തുടങ്ങി. ഉത്രീഹ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ട് പുകഴ്ത്തുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ ധാരാളമായി പുകഴ്ത്താൻ തുടങ്ങി. ഖുൽതു യാ റസൂലല്ലാഹ് ഹാദാ ഫുലാനുൻ വഹാദാ, സഹാബി പറയാൻ, ഞാൻ പറയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ആളാണ് അവൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്, നീ മിണ്ടാതിരിക്കുക. ലാ തുസ്മിഅഹു ഫതുഹ്ലികഹു, അതവൻ കേൾക്കാൻ നീ അവനെ കേൾപ്പിക്കല്ലേ, അവൻ നശിച്ചു എന്ന് പറഞ്ഞു. ഇതവൻ കേട്ട് കഴിഞ്ഞാല് അവന് നാശം സംഭവിക്കും, നീ നിർത്തുമെന്ന് പറഞ്ഞു. ഖാല, എന്നിട്ട് പറഞ്ഞു, ഫൻതലഖ യംശി ഹത്താ ഇദാ കാന ഇൻദ ഹുജരിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റ, താമസിക്കുന്ന സ്ഥലത്തെത്തുന്നത് വരെ. ലാകിന്നഹു നഫദ യദൈഹി, എന്നിട്ട് എന്റെ കൈയൊന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖൈറ ദീനികും ഐസറുഹു, ഇന്ന ഖൈറ ദീനികും ഐസറുഹു സലാസൻ, നിങ്ങളുടെ ദീനിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് എളുപ്പമുള്ളതാണ് എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇതാണ് സംഭവം. ഈ ഹദീസ് പറഞ്ഞത് വേറൊരു കാര്യത്തെ അറിയിക്കാനാണ്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗമുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ മൊത്തം ഭാഗത്തിൽ ഇതിന്റെ ആരംഭം എന്താണ്? ഒരു സഹാബി മസ്ജിദിലേക്ക് ബസ്രയിൽ പോകുമ്പോൾ മസ്ജിദിന്റെ മുന്നിൽ ഇരിക്കുന്ന സഹാബി ധാരാളമായി നിസ്കരിക്കുന്ന ഒരാളെ പറ്റി ചോദിക്കുകയാണ്, നീ അവൻ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നില്ലേ? അവിടെ ചോദിക്കാനുള്ള കാരണം, മിഹ്ജാൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ പരിധി വിട്ട് ധാരാളമായി ഇബാദത്തിൽ മുഴുകുന്ന ആളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള അഭിപ്രായം അറിയാനാണ്. അപ്പോഴാണ് മിഹ്ജാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉണ്ടായ അനുഭവം പറയുന്നത്. അതിൽ പ്രധാനമായി 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മദീനയുടെ ഫദ്ലാണ്. മദീനയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. മദീന ദജ്ജാലിന് പ്രവേശിക്കാൻ സാധിക്കാത്ത വളരെ ഹറമായിട്ടുള്ള പ്രദേശമാണ്. ആ സ്ഥലത്ത് വെച്ച് മരിക്കാൻ സാധിക്കുമെങ്കിൽ, മദീനയിൽ വെച്ച് മരിക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ പോയി മരിക്കണം എന്നല്ല, അവിടെ താമസിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയെല്ലാം ആകട്ടെ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന കാലത്ത് ഇൽമും ഈമാനും അടങ്ങുന്നത് അത് മദീനയിലേക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലമാണ് മദീന എന്നുള്ളത്.
രണ്ടാമത്തെ കാര്യം ഈ ഹദീസിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സഹാബിയും കൂടി മസ്ജിദിലേക്ക് എത്തിയപ്പോൾ ധാരാളമായി നിസ്കരിക്കുന്ന ഒരാളെ പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കുറെ പറഞ്ഞു. ഈ സഹാബി ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളാണ് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മിണ്ടാതിരിക്ക്, അവനത് കേൾപ്പിക്കണ്ട, അവൻ നശിച്ചു പോകും. അതാണ് നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് ഒരാളെ മദ്ഹ് ചെയ്യുന്നത് അയാൾ കേൾക്കുന്ന അവസ്ഥയിൽ എത്തിയാൽ അയാൾക്ക് നാശം വരുത്താൻ അതൊരു കാരണമാകും. അതുകൊണ്ട് അയാൾ കേൾക്കുന്ന അവസ്ഥയിൽ നീ അമിതമായി പുകഴ്ത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അതാണ് നമ്മുടെ ഈ ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ സഹാബിയുടെ കൈയൊന്ന് പിടിച്ച് കുടഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങളുടെ ദീനിൽ ഏറ്റവും ഹൈറായതെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ്. അതായത് ചെയ്യുന്ന ഇബാദത്തുകൾ അത് എളുപ്പത്തിൽ വളരെ ആ ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിച്ച് റാഹത്തായിക്കൊണ്ട് സമാധാനത്തിൽ ചെയ്യാൻ സാധിക്കുക. കുറെ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്യുക. ആ രീതിയിലാണെങ്കിൽ എത്രയും അധികരിപ്പിക്കാം. പക്ഷേ അമിതമായി ഒരാളെ സ്വന്തത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വേറെ ഹദീസുകൾ കാണാം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കാനിടയായി. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ധാരാളമായി ഇബാദത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് എന്നുള്ള നിലക്ക് കേൾക്കാനിടയായി. ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, നോമ്പ് നോറ്റിട്ടും രാത്രി നിസ്കരിച്ചിട്ടും. അപ്പോ ഒരു സമയത്ത് പറയുക തന്നെ ചെയ്തു, പിന്നെ വല്ലാഹി ലാ അസൂമന്ന മിനൻ നഹാർ, ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും, വല അഖൂമന്ന മിനൽ ലൈൽ മാ അഇശ്തു, ഞാൻ ജീവിക്കുന്ന കാലത്തോളം രാത്രി നിസ്കരിക്കും എന്നെല്ലാം പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചോദിക്കുകയുണ്ടായി ഈ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട്, അൻതല്ലദീ തഖൂലു ദാലിക്, നീയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ മുഴുവൻ നോമ്പാണ്, മുഴുവൻ രാത്രി നിസ്കാരാണ്, വേറൊന്നുമില്ല എന്ന നിലക്ക് നീ പറഞ്ഞാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ സഹാബി പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ഖുൽതു ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, റസൂലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, ഇഫ ഇന്നക ലാ തസ്തതിഉ ദാലിക്, നിനക്ക് സ്ഥിരമായി ചെയ്യാൻ സാധിക്കൂല. ഇപ്പൊ ഒരു ആവേശത്തിൽ നീ ചെയ്യുന്നുണ്ടെങ്കിലും നിനക്കത് ചെയ്യാൻ സാധിക്കില്ല. ഫസും വ അഫ്തിർ വ നം വ ഖും, നീ നോമ്പ് നോൽക്കുക, നോമ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, നീ ഉറങ്ങുക, രാത്രി നിസ്കരിക്കുക. എന്നിട്ട് പറഞ്ഞു, വസും മിനശ്ശഹ്രി സലാസത അയ്യാം, ഓരോ മാസത്തിലും 3 ദിവസം നീ നോമ്പ് നോൽക്കുക. ഫൈനൽ ഹസനത ബിഅശ്രി അംസാലിഹാ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി പ്രതിഫലം ഉണ്ടാകും. വദാലിക മിസ്ലു സിയാമിദ് ദഹർ, അപ്പോൾ ഒരു വർഷം മൊത്തം നോമ്പ് നോറ്റനെ പോലെ ആകുന്നു. അതായത് പിന്നെ ഒരു മാസത്തിൽ 3 ദിവസം നോമ്പ് പറ്റാൻ എന്തായി, 10 ഇരട്ടി പ്രതിഫലമാകുമ്പോൾ 30 ദിവസമായി. അതിന് ഓരോ മാസത്തിലും 3 ദിവസം നോമ്പ് പറ്റാല് ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം അതിലൂടെ ലഭിക്കും. അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നി ഉദീഖു അഫ്ളല മിൻ ദാലിക, എനിക്ക് അതിനേക്കാൾ ചെയ്യാൻ സാധിക്കും, കയ്യിലുള്ള ആരോഗ്യമുണ്ട്, കഴിയുമെന്ന് പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ വഅഫ്തിർ യൗമൈൻ, നീ ഒരു ദിവസം നോമ്പ് നോറ്റിട്ട് 2 ദിവസം നോമ്പില്ലാതിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി പിന്നെയും പറഞ്ഞു, ഫഇന്നി ഉദീഖു അഫ്ളല മിൻ ദാലിക, അതിനേക്കാൾ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസും യൗമൻ വഅഫ്തിർ യൗമൻ ഫദാലിക സിയാമു ദാവൂദ് വഹുവ അദലു സിയാം, ഒരു ദിവസം നോമ്പ് നോറ്റ് ഒരു ദിവസം നോമ്പില്ലാത്ത അവസ്ഥ, അത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പാണ്, അതാണ് ഏറ്റവും ഉത്തമമായിട്ടത് പറഞ്ഞു. അപ്പോ ഇത് പറഞ്ഞപ്പോ ഈ സഹാബി വീണ്ടും പറഞ്ഞു, ഫഇന്നി ഉതീഖു അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ അഫ്ളലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളല മിൻ ദാലിക്, അതിനേക്കാൾ അഫ്ളലായിട്ട് ഒന്നുമില്ല പറഞ്ഞു, അതിനേക്കാൾ അഫ്ളലായിട്ട് ഒരു നോമ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ സഹാബി നോറ്റു. അവസാനം ഈ സഹാബിക്ക് ഇങ്ങനെ 1 നോമ്പ് വെച്ചിട്ട് തന്നെ ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടായിട്ട് കുറച്ച് പ്രായം കഴിഞ്ഞപ്പോ ആ സഹാബി പറഞ്ഞു, വലഅൻ അകൂനു ഖബിൽതു സലാസതൽ അയ്യാം അല്ലതി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാന് ആ സഹാബി കുറച്ച് പ്രായമായപ്പോ പറയാണ്, റസൂലുള്ള പറഞ്ഞ മാസത്തിൽ 3 ദിവസം നോമ്പെടുത്താൽ മതിയായിരുന്നു, ഞാൻ അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വ മാലി, അതാണ് ഇപ്പൊ എന്റെ കുടുംബത്തിനേക്കാളും സമ്പത്തിനേക്കാളും ഇഷ്ടമുള്ളതായി തോന്നുന്നത്, ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന സഹാബി പറഞ്ഞു. കാരണം ചില റിവായത്തിൽ പ്രായമായപ്പോൾ ആ സഹാബി പറഞ്ഞു, യാ ലൈതനി ഖബിൽതു റുഖ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഇളവ് എനിക്ക് എടുത്താൽ മതിയായിരുന്നു എന്ന സഹാബി പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ആവേശത്തിൽ നമുക്ക് തോന്നും, പക്ഷെ അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഞെരുക്കമുണ്ടാക്കുന്ന
ഒരവസ്ഥയിൽ നമ്മൾ ഇബാദത്ത് ചെയ്തു തുടങ്ങിയാൽ അത് നമുക്ക് മടുപ്പുണ്ടാക്കുകയും അതിനോട് തന്നെ ഒരു എന്താണ് പറയാ ബുദ്ധിമുട്ടായി തീരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ വേറെയും സഹാബികൾക്ക് അടുക്കൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായത് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവസാന കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു ആഗ്രഹിച്ചു പോയി, വദിത്തു അന്നീ കുൻതു ഖബിൽതു റുഖ്സത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഇളവ് ഞാൻ എടുത്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് കൊതിച്ചു പോയി എന്ന ആ സഹാബി എല്ലാം പിന്നീട് പറഞ്ഞത് കാണാം. അപ്പോ നമ്മൾ എല്ലാവരോടും, നമ്മുടെ കുടുംബത്തിനോടും എല്ലാമുള്ള ഹക്ക് വീട്ടിക്കൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന, നമുക്ക് ആസ്വദിച്ച് ചെയ്യാവുന്ന, ലബ്ധത്തോടു കൂടി ചെയ്യാവുന്ന, എന്നാൽ അതിൽ പരിശ്രമിക്കുന്ന ആളുകളായിട്ടാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിന് 3 കാര്യങ്ങളാണ്. 1, മദീനയുടെ ഫദ്ല്. 2, ഒരാളെ മദ്ഹ ചെയ്താൽ അത് അയാൾക്ക് കേൾക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് അയാൾക്ക് നാശമുണ്ടാക്കുമെന്നത്. 3, അമലുകൾ ചെയ്യുമ്പോൾ എളുപ്പമാകുന്ന രീതിയിൽ വേണം ചെയ്യാൻ എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഈ സംഭവത്തിൽ മനസ്സിലാക്കാം. ബാബുമായി ബന്ധപ്പെട്ടത് മദ്ഹിന്റെ ഭാഗം മാത്രമാണ്. അടുത്ത ബാബ്, ബാബു ലാ തുക്രിം സ്വദീഖക ബിമാ യശുഖു അലൈഹി. നിന്റെ സഹോദരനെ അവന് ഞെരുക്കമുണ്ടാക്കുന്ന രീതിയിൽ നീ ആദരിക്കരുത് എന്ന് അറിയിക്കുന്ന ഒരു ഖൗലാണ്. അൻ മുഹമ്മദ് ഇബ്നു സിരീൻ ഖാല കാനൂ യഖൂലൂൻ. മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, സഹാബികൾ പറയാറുണ്ടായിരുന്നു, ഹദീസ് അല്ല സഹാബികളുടെ അസറാണ്, സഹാബികൾ പറയാറുണ്ടായിരുന്നു, ലാ തുക്രിം സ്വദീഖക ബിമാ യശുഖു അലൈഹി. നിന്റെ കൂട്ടുകാരനെ അവന് ഞെരുക്കമുണ്ടാക്കുന്ന രീതിയിൽ നീ ആദരിക്കരുത് എന്നുള്ളത്. അതായത് നമ്മുടെ കൂട്ടുകാരന്മാർക്ക്, നമ്മുടെ ആളുകൾക്കെല്ലാം നമ്മൾ ചിലപ്പോ എന്തെങ്കിലും രീതിയിൽ അവർ അതിഥികളായി എത്തുമ്പോൾ സൽക്കരിക്കുന്നുണ്ടാകും, അതല്ലാതെ സൽക്കാരങ്ങൾ കൊടുക്കുന്നുണ്ടാവും, അതല്ലാതെ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു, ചിലപ്പോൾ അയാളെക്കാൾ നമുക്ക് സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ അയാൾക്ക് നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ പരമാവധി രീതിയിൽ അയാളെ സൽക്കരിക്കാൻ നോക്കും. പക്ഷെ അയാൾക്ക് പിന്നീട് അയാളുടെ വീട്ടിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോ നാം അയാളെ ആദരിച്ചതുപോലെ തന്നെ ആദരിക്കണം എന്നാണല്ലോ അയാൾക്ക് ഉണ്ടാവുക. ചിലപ്പോൾ അയാളിൽ എന്തുണ്ടാവില്ല, അതിന് മാത്രം സമ്പത്തോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അയാൾക്ക് പരിധി വിട്ട് സൽക്കാരം നൽകിയാൽ പിന്നീട് അയാൾ നമ്മെ ക്ഷണിക്കുമ്പോൾ അത് അയാൾക്കൊരു ഞെരുക്കമായി തീരുന്ന, ബുദ്ധിമുട്ടായി തീരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഓരോ ആളുകൾക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ സൽക്കാരങ്ങൾ നൽകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാം അത് തിരിച്ചിങ്ങോട്ടും അയാൾക്ക് തരാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള സൽക്കാരങ്ങളെ നൽകേണ്ട ആവശ്യവും. അതിനപ്പുറത്തേക്ക് ഒരാളെ ആദരിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് അവന് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഭാരമായിട്ട് തീരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ നന്നായിട്ട് സൽക്കരിച്ച ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും, നമ്മൾ എന്താ ചെയ്യുക, അയാൾ നമ്മെ സൽക്കരിച്ചതുപോലെ തന്നെ സൽക്കരിക്കണം എന്നുള്ള ആഗ്രഹത്തില് ചിലപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അതിനൊക്കെ പരിശ്രമിക്കും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആളുകളുടെ മേലെ ഉണ്ടാക്കരുത്. അത് ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്തെങ്കിലും സമ്മാനം ഒരാൾ തന്നാലും അത് നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഒരാൾ ഇങ്ങോട്ട് തന്നാലും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് വീട്ടിൽ കൊടുക്കുക എന്നുള്ള വിശ്വാസ രീതിയാണ്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹദീസിൽ കാണാം, ഫഇല്ലം തജിദു ഫദ്ഉ ലഹു. ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനില്ല, നമ്മുടെ ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദുആ ചെയ്യുക. ഹത്താ യഅലമ അൻ ഖദ് കഫതുഹു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവന് പകരം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം വരുന്നത് വരെ എന്ത് ചെയ്യുക, അവന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. ഇതൊരു സഹാബികൾ കാണിച്ചിരുന്ന ഒരു അദബാണ്. നമ്മൾ ഒരാളെ അമിതമായി ആദരിച്ചതിന്റെ പേരിൽ അയാൾക്ക് പിന്നെ അതൊരു ഞെരുക്കമായി തീരുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ബാബ്, ബാബു അസിയാറ. സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, പരസ്പരം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്കറിയാം, മനുഷ്യൻ എന്നുള്ളത്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞത്, മനുഷ്യൻ എന്നുള്ളത് തന്നെ ഒരു സാമൂഹിക ജീവിയാണ്. അവന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, ഒരു വറ്റ് നമ്മുടെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് കൃഷി ചെയ്യുന്ന, അതിന്റെ ഓരോ ഘട്ടത്തിൽ എത്തുന്ന, അത് കച്ചവടം ചെയ്യുന്ന, അത് എത്തിക്കുന്ന, അങ്ങനെ ഓരോ അവസ്ഥകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്, പാചകം ചെയ്തെത്തുന്നത്. അതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും മനുഷ്യൻ ഒരു സാമൂഹികമായിട്ട് എല്ലാ രീതിയിലും പരസ്പരം സഹായിച്ചിരിക്കേണ്ട ഒരു വിഭാഗമാണ്.
അതിൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശം, അവരുടെ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട് പരസ്പരം സ്നേഹിക്കേണ്ടവരും പരസ്പരം നല്ലൊരു ബന്ധം ഉണ്ടാവേണ്ടവരാണ്. അതിൽ പരസ്പരം സന്ദർശിക്കുക എന്നുള്ളത്, മുസ്ലിമീങ്ങൾ പരസ്പരം സന്ദർശിക്കുക, മുഅ്മിനീങ്ങൾ പരസ്പരം സന്ദർശിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇതിൽ പറയുന്നത്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إذا عاد الرجل أخاه أو زاره ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെ, ഒരു മുസ്ലിം അവന്റെ സഹോദരനെ രോഗസന്ദർശനം നടത്തുകയോ അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ സന്ദർശിക്കുകയോ ചെയ്യുകയാണ്, ഖാല അല്ലാഹു ലഹു, അവനോട് അല്ലാഹു തആല പറയും, തിബ്ത, നീ പരിശുദ്ധി നേടിയിരിക്കുന്നു, പരിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു, വതാബ മംശാക, നിന്റെ നടത്തം അത് പരിശുദ്ധമായതാണ്, വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, നിനക്കതാ സ്വർഗത്തിൽ ഒരു സ്ഥാനം നീ ഒരുക്കിയിട്ടുണ്ട്, ഒരു ഭവനം നീ ഒരുക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നു. അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സന്ദർശിക്കുക, രോഗസന്ദർശനം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനം, അത് വളരെ വിശിഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പ്രവർത്തനമാണ്. അവന്റെ ആ നടത്തം പ്രതിഫലാർഹമാണ്. അതിലൂടെ അവന് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാകുന്ന, അവനൊരു പ്രത്യേക പദവി സ്ഥാനം ലഭിക്കുന്ന അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അറിയിക്കുന്നത്. പരസ്പരം സന്ദർശിക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം, മുഅ്മിനീങ്ങൾ പരസ്പരം. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മൾ ഈമാനിന്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ മാത്രം സ്നേഹിക്കുന്ന ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ പരസ്പരം സന്ദർശിക്കാനായി അള്ളാന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സന്ദർശിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അതിന്റെ പ്രതിഫലങ്ങൾ ഇനി വരുന്നുണ്ട് ഹദീസിൽ. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോവാണ്. വേറെ ഒന്നുമില്ല, അവന്റെ നിന്ന് പണം കിട്ടാനില്ല, പണം കൊടുക്കാനില്ല, വേറെ എന്തെങ്കിലും ഭൗതികമായ നേട്ടമില്ല, വേറെ ലാഭമൊന്നുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി അവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് കാണാൻ പോവാണ്, സന്ദർശിക്കാൻ പോവാണ്. ആ നിലക്ക് ചെയ്യുന്നവന് വളരെയധികം മഹത്തായ സ്ഥാനമുണ്ട്. സ്വർഗത്തിൽ അവനൊരു പദവി, ഒരു ഭവനം, ഒരു സ്ഥാനം ഒരുക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പോക്ക് കൊണ്ട് പറയുന്നത്. കാരണം ആ ഈ സന്ദർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ഒരു രോഗിയാണെങ്കിലും അതല്ലാത്തപ്പോഴാണെങ്കിലും അതൊരു മുഅ്മിനിന്റെ ഖൽബിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇദ്ഖാലുസ് സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ ഖൽബിൽ സന്തോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരവസരമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ സന്ദർശനത്തിന്റെ ഫضل ഇതിലൂടെ അറിയിക്കുന്നു. ബാബിൽ ചേർന്ന ചില ഹദീസുകൾ സന്ദർശിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതൊക്കെ. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത്, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇവർ താമസിച്ചിരുന്നത് ദമസ്കസിലാണ്. ദമസ്കസിൽ ദീന് പഠിപ്പിച്ചുകൊണ്ടൊക്കെ. അങ്ങനെ വളരെ ആലിമത്തായ സ്ത്രീയാണ് ഉമ്മു ദർദാ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പോലെ തന്നെ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു നല്ല ഇൽമുള്ള സ്ത്രീയായിരുന്നു. ഒരിക്കല് അബൂ ദർദാ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ, ഇതിലുള്ള അല്ല, ഒരു സംഭവം പറയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു. ആ സമയത്താണ് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് എനിക്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു സ്ത്രീ സ്വർഗത്തിൽ ഉണ്ടാവുക അവളുടെ അവസാനത്തെ ഭർത്താവിന്റെ ഒപ്പമായിരിക്കും എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു എനിക്ക് റസൂലുള്ളാഹി ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് എന്നെ സ്വർഗത്തിൽ ഭർത്താവായി കിട്ടണം എന്നുണ്ടെങ്കിൽ നീ എന്റെ മരണശേഷം വേറെ കെട്ടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹത്തിന് ഉമ്മു ദർദാ റളിയല്ലാഹു തയ്യാറായില്ല, റളിയല്ലാഹു അൻഹ തയ്യാറായില്ല. ഇത് വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും, ഏത് ഭർത്താവ് വേണമെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ള ഹദീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയും ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അത് ഈ സഹാബി വനിത ഈ ഒരു സന്ദർഭത്തിലാണ് ഉദ്ധരിക്കുന്നത് ആ ഹദീസ്. അപ്പൊ വളരെ ഇൽമുള്ള സ്ത്രീ ആയിരുന്നു ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ, ദീന് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയാണ്, قالت زارنا سلمان من المدائن الى الشام ماشيا. സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആയിരിക്കണം. സൽമാൻ എന്നെ കൊടുത്തിട്ടുള്ളൂ. സൽമാൻ എന്ന് സഹാബികളുടെ കൂട്ടത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണുള്ളത്. മദായിൻ എന്നുള്ള സ്ഥലത്ത് നിന്ന്, പേർഷ്യയുടെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ദൂരപ്രദേശമാണ് മദായിൻ. അവിടെ നിന്ന് ഷാമിലേക്ക്, ദമസ്കസിലേക്ക്, ഇവർ നിൽക്കുന്ന ദമസ്കസിലേക്ക് നടന്നുകൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വേണ്ടി വന്നു.
സഹാബികളാണ്, നബിസ്വല്ലല്ലാഹു കാലത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ്, പല യുദ്ധത്തിലും ഒരുമിച്ച് പോരാടിയിട്ടുള്ളവരാണ്. പക്ഷെ നബിസ്വല്ലല്ലാഹു വഫാത്തിന് ശേഷം സഹാബികൾ വ്യത്യസ്ത നാടുകളിലേക്ക് ദീന് പഠിപ്പിക്കാനും മറ്റുമൊക്കെ പോയിട്ട് സൽമാൻ ഫാരിസി മദായിൻ പ്രദേശത്ത്, അബൂദർദ ദമസ്കസ് പ്രദേശത്ത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയുടെ ഭാഗത്ത്, അങ്ങനെ വേറെ ചില സഹാബികൾ ബസ്റയുടെ ഭാഗത്ത്, അങ്ങനെ പല ഭാഗത്തായിരുന്നു. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് നടന്നുകൊണ്ട് ഇവരെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. പറയണം വന്നു വഅലൈഹി കിസാഉൻ വഅൻദർ വർദ്. ആ സൽമാൻ ഫാരിസി വേഷം എന്ന് പറഞ്ഞാൽ മേലെ ഒരു കുപ്പായം പോലത്തെ വേഷമുണ്ട്, പാന്റ് എന്ന് പറഞ്ഞാൽ പാന്റിന്റെ പോലത്തെ സറാവിയിൽ മുഷ്മറം, അതായത് മുട്ടിന് താഴെ മാത്രം ഇറക്കമുള്ള ഒരു പാന്റാണ് വെച്ചിട്ടുള്ളത്. ഈ 3/4 എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള വസ്ത്രത്തിനാണ് ഈ വാക്ക് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ കുറച്ച് ഇറക്കമുള്ള ഒരു വസ്ത്രവും അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത നടന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്ര നല്ല കോലത്തിലൊന്നല്ല, നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നല്ല, മുട്ടിന് താഴെ മാത്രം ഇറക്കമുള്ള ഒരു പാന്റ് പോലത്തെ ഒരു വസ്ത്രവും അതുപോലെ ഒരു കുപ്പായം ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഖാല ഇബ്നു ശൗദബ് ഈ ഇതിന്റെ റിവായത്തില് ഒരാൾ പറയാണ്, റുയ സൽമാൻ വഅലൈഹി കിസാഉൻ മഖ്ബൂമുർ റഅസ് സാഖത്തുൽ ഉദ്നൈൻ യഅനി അന്നഹു കാന അർഫഷ്. അപ്പോ സൽമാൻ ഫാരിസിയുടെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് മുടിയൊക്കെ ഇല്ലാതെ മുടി വടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ വസ്ത്രം എങ്ങനെയാണ്, പാന്റ് എങ്ങനെയാണ്, അപ്പൊ മുടിയൊന്നും ഇല്ലാതെ മുടി മൊട്ടടിച്ചുകൊണ്ട് തന്നെ ചെവി ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഒരു കോലത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് നല്ല അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള ഒരു കോലത്തിലേ അല്ല വന്നിട്ടുള്ളത്. ഫഖീല ലഹു, അപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറയപ്പെട്ടു, ശവ്വഹ്ത നഫ്സക്, നീ നിന്റെ സ്വന്തത്തെ ഒരു കോലം കെട്ട അവസ്ഥയിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ, എല്ലാ ഖൈറ് എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ ഖൈറാണ്, ഏറ്റവും വലിയ ഖൈറുകൾ എന്ന് ഈ സഹാബി മറുപടി പറയുകയുണ്ടായി. ഈ ഹദീസിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ നിന്ന് അറിയിക്കുന്ന കാര്യം, മദായിനിൽ നിന്ന് ദമസ്കസ് വരെ വളരെ ദൂരമുണ്ട്. അവിടെ നിന്ന് ദമസ്കസ് വരെ നടന്നുകൊണ്ട് അബൂദർദ റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തിനെയും സന്ദർശിക്കാൻ വേണ്ടി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരുപാട് ത്യാഗം സഹിച്ചും കഷ്ടപ്പാട് സഹിച്ചും വന്നെത്തി എന്നുള്ളതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കിന്ന് വളരെയധികം സൗകര്യങ്ങളുണ്ട്. നമുക്ക് സ്വന്തമായി വാഹനമുള്ള ആളുകളാണ് അധിക പേരും. അതല്ലെങ്കിൽ അല്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ എളുപ്പമാണ്, പോകാൻ എളുപ്പമാണ്. എന്നാലും നമ്മൾ എത്രത്തോളമാണ് ഇതൊരു ഇബാദത്ത് എന്ന നിലക്ക്, നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന് വേണ്ടി എൻ്റെ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോകുന്ന നിലക്ക് നമുക്ക് എപ്പോഴാണ് സാധിച്ചിട്ടുള്ളത് എന്നാണ്. രണ്ടാമത്തെ കാര്യം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വളരെ സാഹിദായിരുന്നു, സഹാബിയായിരുന്നു. സൽമാൻ ഫാരിസി വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആള് വന്നു സൽമാൻ ഫാരിസി റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക്. വീടുണ്ടാക്കാൻ ആള് വന്നപ്പോൾ സൽമാൻ ഫാരിസി നീ എന്ത് വീട് ഉണ്ടാക്കാൻ പോകുന്നു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, സൽമാൻ ഫാരിസി പറഞ്ഞിരിക്കുകയാണ്, നേരെ നിന്ന തല നേരെ മുട്ടണം, അത്ര വലുപ്പം മതി. നേരെ കിടന്ന കാലും തലയും 2 ചുമര് തമ്മിൽ മുട്ടണം, അത്ര വലുപ്പത്തിൽ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ മരണം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മരണത്തിന്റെ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റു ചില സഹാബികളെ സന്ദർശിക്കാൻ പോയി. അപ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കരയാണ്. എന്തിനാ കരയെന്ന് വെച്ചപ്പോ, ഞാൻ ഒരുപാട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പരലോകത്തെ എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും, ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സ്വഹാബിമാര് നോക്കിയപ്പോ അവിടെ ആകെയുള്ളത് വെള്ളം കുടിക്കാനുള്ള ഒരു പൂജ, വെള്ളം എടുത്ത് വെക്കാനുള്ള പൂജയും അത് ഒഴിക്കാനുള്ള ഒരു ഗ്ലാസ് പോലത്തെയും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പാത്രം മാത്രമേ ആ വീട്ടില് ഒരു സമ്പാദ്യമായിട്ട് ഉള്ളൂ. ആ വീട്ടില് അതിനെ പറ്റിയിട്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഭയപ്പാടുണ്ടായിരുന്നത്. മരണസമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുകയുണ്ടായി, പിന്നെ ഏതോ ഒരു യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തിൽ കിട്ടിയ സുഗന്ധമുണ്ടാക്കുന്ന നല്ല ഗന്ധമുള്ള എന്തോ ഒരു സാധനം അതെടുത്ത് വെള്ളത്തിൽ കലക്കിക്കൊണ്ട് റൂം മൊത്തം തെളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദുർഗന്ധം ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകൾ ഇപ്പൊ വരാനായിട്ടുണ്ട്, അതുകൊണ്ട് അത് തെളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഭാര്യയോട് പറഞ്ഞു, നീ പുറത്തു പോയിട്ട് ഒന്നോ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തു പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്നും ശബ്ദം ഇതൊന്നും കേൾക്കാതായപ്പോൾ തിരിച്ചു ചെന്നപ്പോഴേക്ക് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ പിന്നെ ജാഹിദായിട്ടുള്ള വളരെയധികം സൽമാൻ ഫാരിസിയുടെ തുടക്കം മുതലുള്ള ചരിത്രം പറയാനാണെങ്കിൽ അതിനായിട്ട് ഒരു ദിവസം എടുക്കേണ്ടി വരും. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 5ഓളം നാടുകൾ കടന്നു വന്ന് സത്യം അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെന്ന് അന്വേഷിച്ച് അടിമയായി നിന്ന് മജൂസിയായിരുന്ന നസ്രാനി ആയതിനു ശേഷം ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം വളരെ അത്ഭുതകരമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ
തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈമാൻ സുറയ്യയിലാണെങ്കിൽ പോലും ഇവരുടെ ആ കൂട്ടത്തിലുള്ള ആൾക്കാർ പോയി എടുക്കുന്നു. സുറയ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിദൂരത്തുള്ള നക്ഷത്രത്തിന്റെ പേരാണ്. ഈമാൻ അത്ര ദൂരമുള്ളതാണെങ്കിലും ഇവന്റെ കൂട്ടത്തിലുള്ള ആളുകൾ അതും പോയി എടുക്കും. കാരണം അത്ര ത്യാഗം സഹിച്ച് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട്. അവിടെ വിഷയം അതല്ല. അപ്പൊ ഈ സഹാബിയുടെ വേഷം കണ്ട്, രൂപം കണ്ട് ആളുകൾ എന്തൊരു കോലത്തിലാണ് നടക്കുന്നത് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ, എല്ലാവിധ ഖൈറും യഥാർത്ഥത്തിൽ പരലോകത്തെ ഖൈറാണ് എന്ന് ആ സഹാബി മറുപടി പറഞ്ഞതാണ്. അഥവാ ദുനിയാവിന്റെ കാര്യത്തിലല്ല മുഴുകേണ്ടത്, പരലോകത്തിലേക്കുള്ള കാര്യങ്ങളിലാണ് മുഴുകേണ്ടതും മത്സരിക്കേണ്ടതും എന്നീ സഹാബി അറിയിക്കുകയാണ്. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അടുത്ത ബാബു മൻ സാറ ഖൗമൻ ഫതഇമ ഇൻദഹും. ഒരാൾ ഒരു കൂട്ടരെ വന്ന് സന്ദർശിക്കുകയും അവരുടെ അടുക്കൽ ഭക്ഷിക്കുകയും ചെയ്താൽ അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. عن أنس بن مالك رضي الله عنه أن رسول الله صلى الله عليه وسلم زار أهل بيت. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാറ അഹ്ല ബൈത്ത് മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ആരുടെയോ വീട് സന്ദർശിച്ചു. അൻസാരികൾപ്പെട്ട ആരെ വീട് സന്ദർശിച്ചു. ഫതഇമ ഇൻദഹും തആമൻ, അവർ ഒരുക്കിയിട്ടുള്ള ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു. ഫലമ്മാ ഖറജ അമറ ബിമകാനിൻ മിനൽ ബൈത്ത്, അങ്ങനെ ഭക്ഷണം കഴിച്ച് പിരിയാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം, വീട്ടിലേതെങ്കിലും ഒരു സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സഹാബികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലം നിസ്കരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിക്കുമായിരുന്നു. പിന്നെ അവിടെ ഒരു മുസല്ലയായിട്ട് അവർ തെരഞ്ഞെടുക്കുമായിരുന്നു മസ്ജിദ്, വീടിനകത്താ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്. അപ്പോ സ്ഥലം എടുക്കാൻ പറഞ്ഞു. ഫനുബിഹ ലഹു അലാ ബിസാത്ത്, അപ്പൊ ആ വീട്ടുകാര് ഒരു പായ പോലെ വിരിച്ചു. ആ പായയില് കുറെ കാലമായിട്ട് കിടക്കുന്ന പഴക്കമുള്ളതുകൊണ്ട് കുറച്ച് കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ തുടക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തെളിച്ച് ആ പായ തുടച്ച് വൃത്തിയാക്കി. ഫസല്ല അലൈഹി വദഅ ലഹും, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അപ്പോ ഒരു കൂട്ടരെ സന്ദർശിക്കുക എന്നുള്ള ഫദ്ലിനോടൊപ്പം തന്നെ സന്ദർശിക്കുന്ന ആളുകൾ എന്ത് ശ്രദ്ധിക്കണം, ആ സന്ദർശിച്ച് നമുക്ക് നല്ല ആതിഥേയത്വം നൽകിയ, നമുക്ക് ഭക്ഷണം നൽകിയ ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. ധാരാളം ദുആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു ഗ്ഫിർ ലഹു വർഹംഹു, പിന്നെ അതുപോലെ തന്നെ ബാരിക് ലഹു ഫീമാ റസഖ്തഹു, അങ്ങനെയുള്ള ദുആകൾ. ഇത് അയാൾ കേട്ടോണ്ട് തന്നെ പറയണമെന്നില്ല. ചില ആളുകളുടെ ധാരണ ഭക്ഷണം തന്ന ആളെ കേൾപ്പിക്കണം എന്നൊരു ധാരണ ചില ആളുകൾക്ക് ഉണ്ട്. അങ്ങനെയല്ല, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഭക്ഷണം തന്ന ആളുകൾക്ക് റഹ്മത്തിനും പാപം പുറത്തു കിട്ടാനും അവരുടെ റിസ്കിൽ ബറക്കത്ത് ഉണ്ടാകാനും അവരുടെ മറ്റ് ഖൈറുകൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ശ്രദ്ധിക്കണം. സന്ദർശിക്കുമ്പോൾ, ഭക്ഷണം ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യണം. മറ്റൊരു സംഭവം, അബി ഖൽദത ഖാല ജാഅ അബ്ദുൽ കരീം അബു ഉമയ്യ ഇലാ അബിൽ ആലിയ വഅലൈഹി സിയാബു സൂഫിൻ ഫഖാല അബുൽ ആലിയ. സലഫുകളിൽപ്പെട്ട താബീങ്ങളിൽപ്പെട്ട ഒരു സംഭവമാണ്. അബു ഉമയ്യ ഒരിക്കൽ അബുൽ ആലിയ എന്ന വ്യക്തിയെ റഹിമഹുല്ലാ അവരെ സന്ദർശിക്കാൻ പോയി. ആ സന്ദർശിക്കാൻ പോയ സമയത്ത് ഈ അബു ഉമയ്യ ധരിച്ചിട്ടുണ്ടായിരുന്ന വേഷം സൂഫിന്റെയാണ്. സൂഫ് എന്ന് പറഞ്ഞാൽ പരുപരുത്ത കമ്പിളിയുടെ വേഷത്തിനാണ് സൂഫിന്റെ വേഷം എന്ന് പറയാം. അതുപോലെ പരുപരുത്ത ഒരു വേഷം ധരിച്ചിട്ടുള്ളത്. അപ്പൊ അബുൽ ആലിയ അത് കണ്ടപ്പോ പറഞ്ഞു, ഇന്നമാ ഹാദിഹി സിയാബുർ റുഹ്ബാൻ, ഈ വേഷം, ഇതുപോലെയുള്ള വേഷം പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അഥവാ ദുനിയാവിനോട് വിരക്തി കാണിച്ച് നടക്കുന്ന, അങ്ങനെ അത് ആളുകളെ കാണിക്കുന്ന ആളുകൾ ധരിക്കുന്ന വേഷമാണ്. ഇൻകാനൽ മുസ്ലിമൂന ഇദാ തസാവറു തജമ്മലു, മുസ്ലിമീങ്ങൾ പരസ്പരം സന്ദർശിക്കുകയാണെങ്കിൽ അവർ നല്ല വസ്ത്രം ധരിക്കട്ടെ, നല്ല ഭംഗിയുള്ളവരായിക്കൊണ്ട് സന്ദർശിക്കട്ടെ എന്ന് അബുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു അദബിൽപ്പെട്ട കാര്യമാണ്. സന്ദർശിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ആരെയാണോ സന്ദർശിക്കുന്നത്, അതിഥികളും ആതിഥേയരും, ആ അതിഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സന്ദർശിക്കുന്നവന് വേണ്ടിയിട്ടുമെല്ലാം ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ല അലങ്കാരം ധരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. അതൊരു മോശമുള്ള കാര്യമല്ല. അതായത് നമ്മളൊരാളെ സന്ദർശിക്കാൻ പോവുകയാണ്, അപ്പൊ നല്ലൊരു വേഷം ധരിച്ച് പോവുക എന്നുള്ളത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളിലേക്ക് ചില അതിഥികൾ വരുന്നുണ്ട്, അപ്പൊ അതിഥികൾ വരുന്നത് പ്രമാണിച്ച് നമ്മൾ നല്ലൊരു വേഷം ധരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ ഈ
പിന്നെ ഇവർ പറയുകയാണ്, മുസ്ലിമീങ്ങൾ പരസ്പരം സന്ദർശിക്കുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള വേഷം ധരിക്കുകയും വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ലൊരു അദബാണ്. ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്. അൻ അബ്ദുല്ലാ മൗല അസ്മാ റളിയല്ലാഹു അൻഹാ ഖാല, അസ്മാ റളിയല്ലാഹുവിന്റെ മൗലയായിരുന്ന അബ്ദുള്ള അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അഖ്റജത് ഇലയ്യ അസ്മാ ജുബ്ബതൻ മിൻ തയാലീസ. ഒരിക്കൽ അസ്മാ റളിയല്ലാഹു അൻഹ എനിക്കൊരു ജുബ്ബ കാണിച്ചു തന്നു. തയാലീസ് എന്നുള്ള ഒരു തുണിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രമാണ്. അതാണ് അലൈഹ ലിബ്നതു ശിബ്രിൻ മിൻ ദീബാജ്. അതിന്റെ കോളർ ഭാഗത്തൊക്കെ പ്രത്യേകം അലങ്കാരങ്ങളും നല്ല ഭംഗിയുള്ളതാണ്. വഇന്ന ഫർജൈഹ മഖ്ഫൂഫാനി ബിഹി. അതിന്റെ ഈ കൈയിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ കൂട്ടിയടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഫഖാലത്ത്, എന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിരുന്ന വസ്ത്രമാണ്. കാന യൽബിസുഹാ ലിൽവുഫൂദി വയൗമിൽ ജുമുഅ. ഇത് ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും പ്രത്യേക സംഘങ്ങൾ, നിവേദക സംഘങ്ങൾ വരുന്ന സമയത്തും ജുമുഅ ദിവസത്തിലും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസ്ത്രം ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക സന്ദർശകർ വരുന്ന സമയത്തെല്ലാം ധരിക്കാനായി നല്ലൊരു വസ്ത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വെള്ളിയാഴ്ചകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കാനായി പ്രത്യേകം നല്ലൊരു വസ്ത്രം മാറ്റി വെക്കാറുണ്ടായിരുന്നു. അപ്പോ ആരെങ്കിലും നമ്മെ സന്ദർശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സന്ദർശിക്കുന്ന സമയത്തെല്ലാം നല്ലൊരു വസ്ത്രം ധരിക്കുക എന്നുള്ളത് മോശപ്പെട്ട ഒരു കാര്യമല്ല, നല്ലൊരു കാര്യം തന്നെയാണ്. അതൊരിക്കലും നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല, അത് നല്ലൊരു കാര്യമാണ്. ആ സമയത്ത് നല്ലൊരു വസ്ത്രം ധരിക്കുക എന്നുള്ളത്. മറ്റൊരു സംഭവമാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വജദ ഉമർ ഹുല്ലതൻ ഇസ്തബ്റഖ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പട്ടിന്റെ ഒരു വസ്ത്രം കണ്ടു. ഫഅതാ ബിഹ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇശ്തരി ഹാദാ വൽബസ്ഹാ ഇൻദൽ ജുമുഅ. റസൂലേ, ഇത് നിങ്ങൾ വാങ്ങിക്കോളി, എന്നിട്ട് എന്ത് ചെയ്തോളി, ഈ ജുമുഅയുടെ ദിവസമൊക്കെ ഇത് ഇട്ടോളി എന്ന് പറഞ്ഞു. ഔ ഹീന തഖ്ദമു അലൈക്കൽ വുഫൂദ്. അല്ലെങ്കിൽ ഈ നിവേദക സംഘങ്ങൾ, പ്രത്യേക സംഘങ്ങളൊക്കെ വരുന്ന സമയത്തും ഇത് ധരിച്ചോളാൻ പറഞ്ഞു. ഇതാണ് ഈ ബാബിന്റെ ഉദ്ദേശം. അതായത് ജുമുഅ ദിവസത്തിലും പ്രത്യേകം അതിഥികളൊക്കെ വരുന്ന ദിവസത്തിലും ഒരു വസ്ത്രം നല്ലത് ധരിച്ചോളാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവെടുക്കുകയാണ്. അപ്പൊ പട്ടിന്റെ വസ്ത്രമായി പോയി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യൽബസുഹാ മൻ ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ. ഈ വസ്ത്രം ധരിക്കുന്നവർ പരലോകത്ത് ഒന്നും കിട്ടാത്ത ആളുകളാണ്. അതുപോലെ പട്ടിന്റെ വസ്ത്രം പുരുഷന്മാർക്ക് ഇവിടെ ഹറാമാണ്, പരലോകത്താണ് ലഭിക്കുക. ഇവിടെ ധരിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പോയി. വൗതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹുലലിൻ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പട്ടിന്റെ കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുവരപ്പെട്ടു. ഫാർസല ഇലാ ഉമർ ബിഹുല്ലത്തിൻ വഇലാ ഉസാമ ബിഹുല്ലത്തിൻ. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടു. മറ്റൊന്ന് ഉസാമ റളിയല്ലാഹു അൻഹു കൊടുക്കാൻ വേണ്ടി കൊടുത്തു വിട്ടു. വഇലാ അലിയിൻ ബിഹുല്ല. മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു കൊടുക്കാൻ വേണ്ടിയിട്ടും കൊടുത്തു വിട്ടു. ഫഖാല ഉമർ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അർസൽത ബിഹാ ഇലയ്യ. നിങ്ങളിത് ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടല്ലോ. കാരണം റസൂലുള്ളാഹ് പറഞ്ഞാണ്, ഇത് ഇവിടെ എനിക്ക് ധരിക്കുന്നവന് പരലോകത്തൊന്നുമില്ല, പിന്നെ എന്തിനാ കൊടുത്തു വിട്ടു എന്ന നിലക്ക് നിങ്ങളിത് കൊടുത്തു വിട്ടല്ലോ. ലഖദ് സമിഅതുക തഖൂലു ഫീഹാ മാ ഖുൽത. നിങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പറഞ്ഞതാണല്ലോ ഇതിന്റെ ഗൗരവം, പിന്നെ എന്താ കൊടുത്തു വിട്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബീഉഹാ ഔ തഖ്ദി ബിഹാ ഹാജതക. ഒന്നെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, നിനക്ക് വിൽക്കാം, നിനക്ക് കച്ചവടം ചെയ്യാം, അതല്ലെങ്കിൽ നിന്റെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. നിനക്ക് ധരിക്കാൻ വേണ്ടി തന്നതല്ല, നിനക്കത് പിന്നെ ഒന്നെങ്കിൽ കച്ചവടം ചെയ്യാം, ആർക്കെങ്കിലും വിറ്റ് അതിന്റെ പണം നിനക്ക് എടുക്കാം. അതല്ല എങ്കിൽ നിനക്ക് എന്താക്കാം, നിന്റെ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ വേറെ റിവായത്തിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ലിം ആകാത്ത മുശ്രിക്കായിട്ടുള്ള ഒരു കുടുംബക്കാരനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ വസ്ത്രം കൊണ്ടുപോയി ഹദിയായി കൊടുക്കേണ്ടായത് എന്ന് വേറെ റിവായത്തുകൾ കാണാം. അപ്പോൾ ഈ ഹദീസുകൾ കൊടുക്കാനുള്ള കാരണം, ജുമുഅ ദിവസവും പ്രത്യേകം സന്ദർശകർ വരുന്ന ദിവസം
നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു വസ്ത്രം കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിഥികൾ വരുമ്പോഴും അതിഥികളായി നമ്മൾ പോകുമ്പോഴും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് സിയാറത്തുമായി ബന്ധപ്പെട്ട അതിന്റെ ഫദ്ലുകൾ അറിയിക്കുന്ന വേറെ ബാബുകൾ ആണ് അടുത്ത ബാബുകൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.